അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പലവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പെണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ. എന്നാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്യുക. വിവാഹം അന്വേഷിക്കുമ്പോൾ മാനുഷിക ബന്ധങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് വിവാഹബന്ധം. മനുഷ്യരെ ഒന്നിപ്പിക്കാനും സൃഷ്ടാവായ റബ്ബ് നിശ്ചയിച്ച ബന്ധമാണിത്, വിവാഹം. ഇതൊരു താൽക്കാലിക ഏർപ്പാടോ കേവലം ഭൗതിക ഇടപെടലോ അല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം മതത്തിൻ്റെ ഭാഗമാണ്. ആത്മീയ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമുള്ള വഴിയാണ് വിവാഹം ചെയ്യുക എന്നുള്ളത്. പരലോക ജീവിതത്തിനും തുടരാനുള്ള ബന്ധമാണ്. ജീവിതത്തിൽ ശാന്തി സമാധാനത്തിൻ്റെ സാഫല്യമാണല്ലോ വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ആവശ്യമായ തയ്യാറെടുപ്പും സജീവ ശ്രദ്ധയുമുണ്ടായാലേ ഈ ലക്ഷ്യം പൂർണ്ണമാകുകയുള്ളൂ. സർവസമാധാനം നഷ്ടപ്പെടാൻ വിവാഹം വഴിവെച്ചേക്കും. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖകരമായ നിലനിൽപ്പിന് അത് വലിയൊരു സഹായകമാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല അന്വേഷണവും കാര്യവിചാരവും ആവശ്യമാണ്. ദാമ്പത്യ കലഹങ്ങളും മുൻകാലങ്ങളിലേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. എത്രയോ വിവാഹ ബന്ധങ്ങൾ ആദ്യ നാളുകളിൽ തന്നെ തകർന്നു പോകുകയാണ്. പലതും ദുരന്തമായി തുടരുകയാണ്. ആവശ്യമായ അന്വേഷണത്തിൻ്റെയും കാര്യബോധത്തിൻ്റെയും കുറവ് മൂലമാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം. കേവലം വൈകാരിക വിചാരങ്ങളിലൂടെയും ദൗർബല്യങ്ങളുടെയും തുടക്കം കുറിക്കുന്ന ബന്ധങ്ങൾ അഭിനയത്തിന് കൊള്ളാവുന്നതാണ്. പക്ഷേ ജീവിതത്തിനോ ആ അഭിനയം പോരാ. ജീവിതത്തിൽ നല്ല കാര്യബോധം ഉണ്ടായിരിക്കണം. കാര്യബോധത്തോടെയും അന്വേഷിച്ചറിഞ്ഞും ആരംഭിക്കുന്ന ബന്ധങ്ങളാണ് ജീവിതത്തിന് വേണ്ടത്. വിവാഹത്തിനൊരുങ്ങുമ്പോൾ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഗുണങ്ങൾ, സ്വഭാവങ്ങൾ എല്ലാം ഉൾക്കൊണ്ട ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം ചെയ്യാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. വിവാഹം അന്വേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇണയെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായി, ദീനീ ചിട്ടയുള്ളവളായിരിക്കണം. ദീനീ ബോധമുള്ളവരെ വിവാഹം ചെയ്ത് നീ വിജയിക്കുക എന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്. മതബോധമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും പരിഗണിക്കേണ്ടത് മതമാണ്, മതനിഷ്ഠയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മതബോധവും ചിട്ടയും ഉണ്ടായിരിക്കുക എന്നതാണ് അടിസ്ഥാനം. അത് കാര്യമായി ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. സ്വന്തം ശരീരത്തിലും ലൈംഗികതയിലും ദീനീ ചിട്ട കുറഞ്ഞ സ്ത്രീ ഭർത്താവിനെ വഞ്ചിക്കുകയും വഷളാക്കുകയും ഭർത്താവിന് സമാധാനം ഇല്ലാത്തൊരു ജീവിതം സൃഷ്ടിക്കുകയും ചെയ്യും. അതിനെതിരിൽ വിദ്വേഷവുമായി അവൻ നീങ്ങിയാൽ അതോടെ ജീവിതം തകർന്നു പോകുകയാണ്. വിട്ടുവീഴ്ച ചെയ്ത് അവളോട് സഹകരിക്കുകയാണെങ്കിൽ അവൻ്റെ ദീനും അഭിമാനവും അപകടത്തിലാവുകയും ചെയ്യും. മതബോധമില്ലാത്ത സുന്ദരിയായ ഭാര്യ മുഖേനയുള്ള സംഭവിക്കുന്ന നാശവും നഷ്ടവും അത് വളരെ വലുതായിരിക്കും. കാരണം ഭംഗിയിൽ
ആകർഷിതമായി കൊണ്ട് തന്നെ അവളെ പിരിയാൻ അവന് കഴിയില്ല. ഇതിനാലാണ് ദീൻ പരിഗണിക്കണമെന്ന് വളരെ ഗൗരവമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്. സമ്പത്ത്, ഭംഗി, കുലീനത, മതചിട്ട തുടങ്ങിയ 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യാറുണ്ട്. എന്നാൽ മതനിഷ്ഠയുള്ളവളെ വിവാഹം ചെയ്ത് നീ വിജയിക്കണം, മറിച്ചായാൽ നിനക്കത് നാശമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. ബുഖാരി, മുസ്ലിം മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പുരുഷൻ സമ്പത്തിൻ്റെയും ഭംഗിയുടെയും പേരിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ അവളുടെ സമ്പത്തും ഭംഗിയും അവന് വിലക്കപ്പെടുന്നതാണ്. ദീനീ ചിട്ട പരിഗണിച്ചാണ് വിവാഹം ചെയ്തതെങ്കിൽ അവളുടെ ഭംഗിയും സമ്പത്തും അള്ളാഹു അവന് ഉപകാരപ്രദമാക്കി നൽകുന്നതാണ്. വീണ്ടും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്: സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് വിവാഹം ചെയ്യരുത്, സൗന്ദര്യം അവളെ നശിച്ചേക്കും. ധനത്തിന് വേണ്ടിയും നീ വിവാഹം ചെയ്യരുത്, ധനം അവളെ ധിക്കാരിയാക്കിയേക്കും. മതചിട്ട പരിഗണിച്ചാണ് നീ വിവാഹം ചെയ്യേണ്ടത്. മതബോധമുള്ള സ്ത്രീ ഭർത്താവിന് ഗുണവും വളരെയധികം സഹായകവുമായി പ്രവർത്തിക്കുന്ന ഭാര്യയായിട്ട് മാറും. മതബോധമില്ലാത്തവളുടെ സമ്പർക്കം ഭർത്താവിനെ അപകടത്തിലാക്കുകയാണ് ചെയ്യുക. ഇക്കാരണത്തിലാണ് മതബോധം ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവത്തോടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്. ഇഹ്യാഹ് 2:38 നോക്കിയാൽ ഈ വിഷയം വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി, സജ്ജനങ്ങൾ, പണ്ഡിതന്മാർ എന്നിവരുടെ വംശപരമ്പരയിൽ ജനിക്കുക വഴി അസ്ല് നല്ലവളും അറിയപ്പെട്ടവളുമായിരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ ചൊല്ല്. വിചാരത്തിലൂടെ ജനിച്ചവൾ, ഫാസിഖിന്റെ പാപിയുടെ മകൾ, പിതാവ് അറിയപ്പെടാത്തവൾ, കളഞ്ഞുകിട്ടിയവൾ തുടങ്ങിയവർക്ക് വിവാഹം ചെയ്യൽ കറാഹത്താണ്. തുഹ്ഫ 7:189 ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ദീനീ ബോധമുള്ള സജ്ജനങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് നിക്കാഹ് ചെയ്യേണ്ടത്. അത്തരം കുടുംബത്തിലെ സന്താനങ്ങൾ അദബും ചിട്ടയും പഠിച്ചവരും അതനുസരിച്ച് വളർന്നവരുമായിരിക്കും. അദബും സംസ്കാരവും ശീലമില്ലാത്തവളാണ് എങ്കിൽ ഇനി അത് പഠിപ്പിക്കൽ അതും പ്രയാസമായിരിക്കും. ഉശിച്ച കുടുംബത്തിലെ സുന്ദരികളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും അവരെ വിവാഹം ചെയ്യരുതെന്നും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബീജങ്ങൾക്ക് ഉത്തമരായ ഇണകളെ കണ്ടെത്തണമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇഹ്യാഹ് 2:42 നോക്കിയാൽ കാണാം. പിന്നെ കുടുംബത്തിൽ നിന്ന്, അതായത് അടുത്ത ബന്ധുവാകരുത്. രക്തബന്ധത്തിൽ അടുത്ത ബന്ധമുള്ളവർ തമ്മിൽ നിക്കാഹ് അത്ര നല്ലതല്ല. പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരന്മാരുടെ മക്കൾ എന്നാണ് ഈ അടുത്ത ബന്ധത്തിൻ്റെ വീക്ഷ ഇവിടെ പറയുന്നത്. ഉദാഹരണമായി, സഹോദരൻ്റെ മകളെ നിക്കാഹ് ചെയ്യുന്നത് അനുവദീയമാണ് എങ്കിലും അത് ഉത്തമമല്ല. കാരണം അവൾ അടുത്ത ബന്ധുവാണ്. എന്നാൽ സഹോദരപുത്രൻ്റെ മകളെ വിവാഹം ചെയ്യുന്നതിനാൽ ഈ പ്രശ്നമില്ല. കാരണം അവൾ അടുത്ത ബന്ധുവല്ല, അകന്ന ബന്ധുവാണ്. പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരന്മാരുടെ സന്താനങ്ങളാണ് അടുത്ത ബന്ധുക്കൾ. മാതാപിതാക്കളുടെ സഹോദരിമാരുടെ മക്കളുടെ മക്കൾ അത് അടുത്ത ബന്ധമല്ല, അകന്ന ബന്ധമാണ്. അടുത്ത ബന്ധമുള്ളവരെ വിവാഹം ചെയ്യുന്നത് നല്ലതല്ല. അതിലേറെ ഉത്തമം അന്യ സ്ത്രീയെ വിവാഹം ചെയ്യലാണ്. അതാണ് അതേസമയം അന്യ സ്ത്രീയിലേറെ ഉത്തമം അകന്ന ബന്ധമുള്ളവരാണ്. നാലാമതായിട്ട്, ഭംഗിയുള്ളവളായിരിക്കണം. ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ സൗന്ദര്യം പരിഗണിക്കരുത്. ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ സൗന്ദര്യം പരിഗണിക്കുന്നത് തെറ്റല്ല. ദാമ്പത്യ ജീവിതത്തിൽ സൗന്ദര്യത്തിന് ചെറുതല്ലാത്ത സ്ഥാനമുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്: സൗന്ദര്യത്തിന് വേണ്ടി നിക്കാഹ് ചെയ്യരുതെന്നും മതബോധമാണ് പരിഗണിക്കേണ്ടതെന്നും നാം അല്പം മുമ്പ്
നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യം പരിഗണിക്കാനോ പറ്റില്ലെന്ന അർത്ഥത്തിൽ അല്ല നമ്മളത് പറഞ്ഞിട്ടുള്ളത്. ദീനി ചിട്ട പരിഗണിക്കാതെ സൗന്ദര്യം മാത്രം പരിഗണിക്കരുത് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദീനി താല്പര്യം മാറ്റി നിർത്തിക്കൊണ്ട് സൗന്ദര്യത്തിൻ്റെ പേരിൽ വിവാഹം ചെയ്യും. ഇങ്ങനെ ചെയ്യരുത്. അതേസമയം മതനിഷ്ഠിത ആധാരമാക്കി അതോടൊപ്പം സൗന്ദര്യം ശ്രദ്ധിക്കുന്നതിൽ വിരോധമില്ല. മതനിഷ്ഠയും ചിട്ടയുമുള്ള സുന്ദരി അത് വളരെയധികം ഉത്തമമായാണ്. എന്നാൽ മതചിട്ടയില്ലാത്ത സുന്ദരി അത് അപകടമാണ്. വിവാഹം ഉദ്ദേശിച്ചാൽ ഇണയെ കാണണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചതിൽ നിന്ന് തന്നെ സൗന്ദര്യത്തിന് പരിഗണനയുണ്ട്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, ദർശനത്തിലൂടെ സൗന്ദര്യമാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. ലൈംഗിക വിശുദ്ധി വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇതിൽ സൗന്ദര്യത്തിന് നല്ല പങ്കുണ്ട്. ആ നിലക്ക് സൗന്ദര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതേസമയം കേവലം നിക്കാഹിൻ്റെ സുന്നത്ത്, സന്താന ലഭ്യത, ഗൃഹഭരണം തുടങ്ങിയവയൊക്കെ ലക്ഷ്യമാക്കി സൗന്ദര്യം പരിഗണിക്കാതിരിക്കുന്നത് സുഹദിൻ്റെ ഭാഗമാണ്. ഭൗതിക സുഖങ്ങളോട് അവർക്ക് താല്പര്യമില്ലാത്തതിനാലാണ്. ഇഹ്യാ 2:39-40 നോക്കിയാൽ ഈ വിഷയം കാണാം. ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ സൗന്ദര്യം ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിലും അസാധാരണ സൗന്ദര്യം നല്ലതല്ല. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു പറയുകയാണ്, അമിത സൗന്ദര്യമുള്ളവരെ നിക്കാഹ് ചെയ്യൽ കറാഹത്താണ്. ആ സൗന്ദര്യത്തിൻ്റെ പേരിൽ അവൾ അഹങ്കരിക്കുകയും ദുർജനങ്ങൾ അവൾക്ക് കണ്ണുവെക്കുകയും ചെയ്യും. തുഹ്ഫ 7:189 നോക്കിയാൽ ഈ വിഷയത്തെക്കൊണ്ട് കാണാം. അഞ്ചാമതായി ഇവിടെ പറയുന്നത് കന്യകയായിരിക്കണം. നേരത്തെ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ആസ്വദിച്ചിട്ടില്ലാത്തവളാണ് കന്യക. കന്യകയെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ കന്യകയെ വിവാഹം ചെയ്യുവിൻ. അവൾ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നവളും മയത്തോടെ സംസാരിക്കുന്നവളും വഞ്ചന അറിയാത്തവളുമാണ്. ആദ്യമായി ബന്ധപ്പെടുന്ന ഇണയോട് പ്രത്യേക താല്പര്യം പ്രകൃതിപരമാണ്. അതുകൊണ്ട് നേരത്തെ ദാമ്പത്യം അനുഭവിച്ചിട്ടില്ലാത്ത ഇണയെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. മുൻ അനുഭവമുള്ളവർ അതിൽ നിന്നുള്ള മാറ്റത്തെ ഉൾക്കൊള്ളണമെന്നില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കന്യകയില്ലാത്തവളായിരിക്കും കൂടുതൽ നല്ലത്. ലൈംഗിക ശേഷി കുറവുള്ള പുരുഷനും ശിശുക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി വിവാഹം ചെയ്യുന്നവരും കന്യകയല്ലാത്തവരെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. തുഹ്ഫ 7:188 നോക്കിയാൽ കാണാം. ആറാമത്തെ കാര്യം പറയുന്നത് സൽസ്വഭാവവും ബുദ്ധിശക്തിയും ഉള്ളവളായിരിക്കണം. ദാമ്പത്യം ആനന്ദകരമായ പ്രധാന ഗുണങ്ങളിലൊന്നാണ്. ദുസ്വഭാവമുള്ള ഇണ മുഖേന ഉണ്ടാകുന്ന പ്രയാസവും സംഘർഷവും ദാമ്പത്യ ജീവിതത്തിലെ ദുസ്സഹമായ യാത്രയായിരിക്കും. ഏഴാമതായി പ്രസവശേഷിയുള്ളവരായിരിക്കണം. കൂടുതൽ പ്രസവിക്കുന്നവളെ വിവാഹം ചെയ്യൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. കുടുംബത്തിലെ മറ്റു സ്ത്രീകളുടെ അവസ്ഥകളിലൂടെ ഇത് മനസ്സിലാക്കാവുന്നതാണ്. യുവത്വം നല്ല ആരോഗ്യമുള്ളവരെ കണ്ടെത്തുന്നത് ഇതിന് സഹായകമാണ്. സ്നേഹമുള്ളവളായിരിക്കണം. കുടുംബത്തെക്കുറിച്ചും അടുത്ത ബന്ധുക്കളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിലൂടെ ഇതും നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രായപൂർത്തിയായവളായിരിക്കണം. വിവാഹത്തിന് നിശ്ചിത പ്രായപരിധി ഇസ്ലാം നിർണയിച്ചിട്ടില്ല. എങ്കിലും പ്രായപൂർത്തിയായതിനു ശേഷമാണ് ഉത്തമം. പത്താമതായി മറ്റൊരു ഇണയിൽ നിന്ന് സന്താനം ഇല്ലാത്തവളായിരിക്കണം. ഈ വിഷയം കുറച്ച് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയം തന്നെയാണ്. വിവാഹാന്വേഷണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഗുണങ്ങളിലൊന്നാണ് പുരുഷന് വേണ്ടി പെണ്ണന്വേഷിക്കുമ്പോൾ മാത്രമല്ല, സ്ത്രീക്ക് ഭർത്താവിനെ അന്വേഷിക്കുമ്പോഴും ഇത്തരം ഗുണങ്ങളുള്ള ഭർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തണം. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പുരുഷൻ ഭാര്യയെ അന്വേഷിക്കുമ്പോൾ ഈ ഗുണങ്ങൾ പരിഗണിക്കൽ സുന്നത്തുള്ളതുപോലെ സ്ത്രീയും
രക്ഷിതാവും പുരുഷനിൽ ഇത്തരം ഗുണങ്ങൾ ശ്രദ്ധിക്കൽ സുന്നത്ത് തന്നെയാണ്. തുഹഫ 7/190. ഈ ഗുണങ്ങളെല്ലാം സമ്മേളിച്ച ഇണയെ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ സർവ്വഗുണങ്ങളും സമ്മേളിച്ച ഒരുമിച്ച് കൂടിയ ജീവിത പങ്കാളിയെ പലപ്പോഴും ലഭിക്കണമെന്നില്ല. എങ്കിൽ പ്രധാനമായി പരിഗണിക്കേണ്ടത് മതചിട്ടയാണ്. മറ്റുള്ളവരെയെല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് പരിഗണിക്കേണ്ടത്. മതനിഷ്ഠയുള്ള അഭാവത്തിൽ മറ്റെല്ലാം അപ്രസക്തമാണെന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയവളെ കണ്ടെത്താൻ പ്രയാസമായാൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് മതചിട്ട തന്നെയാണ്. പിന്നീട് ബുദ്ധിയും സൽസ്വഭാവവും, അതിനുശേഷം പ്രസവശേഷി, കുടുംബമഹിമ, കന്യകത്വം, സൗന്ദര്യം എന്നിങ്ങനെ യഥാക്രമം പരിഗണിക്കണം. വിവാഹമന്വേഷണം അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമല്ല. കാര്യഗൗരവത്തോടെയുള്ള അന്വേഷണം അനിവാര്യമാണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വിവാഹാലോചനകൾ ബ്രോക്കർമാരെയും മാരേജ് ബ്യൂറോകളെയും ഏൽപ്പിക്കുന്ന സമ്പ്രദായം ഈ കാലഘട്ടത്തിൽ വളരെയധികം വ്യാപകമാണ്. ഈ രംഗത്തെല്ലാം വലിയ തോതിൽ ചൂഷണവും വഞ്ചനയും നടക്കുന്നുണ്ട്. നല്ല ബന്ധങ്ങൾ അന്വേഷിച്ചിറങ്ങുന്ന രക്ഷിതാക്കൾ ഇത്തരം വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. നമ്മുടെ മഹല്ല് സംവിധാനം ഈ രംഗത്ത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും ഒരു മഹല്ലിൽ നിന്ന് വിവാഹം അന്വേഷിക്കുമ്പോൾ ആദ്യം തന്നെ മഹല്ല് നേതൃത്വം, മുദരിസ്, ഖതീബ്, മദ്രസ ഉസ്താദുമാർ തുടങ്ങിയവരോട് അന്വേഷിക്കണം. വധുവിൻ്റെ ദീനി ചിട്ടയും കുടുംബമഹിമയും മറ്റും ഈ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പരസ്പര തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് രഹസ്യമായുള്ള ഒരു അന്വേഷണമാണ് ഫലം ചെയ്യുക. അന്വേഷിക്കപ്പെടുന്ന വ്യക്തി സത്യസന്ധമായ കാര്യങ്ങൾ പറയണം. അത് നിർബന്ധമാണെന്ന് ഇസ്ലാമിക നിയമമാണ് പറയേണ്ടത്. പറയാതിരുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷക്കത് കാരണമാകും. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിവാഹം അന്വേഷിക്കുന്ന വരനെ കുറിച്ച് അന്വേഷണം വന്നാൽ അവൻ്റെ കുറ്റങ്ങളും കുറവുകളും സത്യമായി പറയൽ നിർബന്ധമാണ്. നിർബന്ധമായ ഗുണകാംക്ഷയോടെ അതിൻ്റെ ഭാഗമാണ് ഈ വിഷയങ്ങളൊക്കെ. അവസാനമായി ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, വിവാഹാലോചന നടത്തുന്ന വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. എല്ലാം വിശദമാക്കരുത്. അവൻ നമുക്ക് അനുയോജ്യമല്ല, ആ ബന്ധം നിങ്ങൾക്ക് പറ്റിയതല്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് മതിയാക്കാവുന്നതാണ്. ഇതുകൊണ്ട് പിന്മാറുന്നില്ലെങ്കിൽ പിന്മാറാൻ ആവശ്യമായ കുറവുകൾ തുറന്നു പറയുക തന്നെ വേണം. ഇത് നിഷിദ്ധമായ കാര്യമല്ല, ഗീബത്തല്ല. മുസ്ലിമിനോട് കാണിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്നാണ്. ഈ നിർബന്ധിത ബാധ്യത പലരും നിർവഹിക്കാത്തതിൻ്റെ കാരണത്താലാണ് എത്രയോ പെൺകുട്ടികൾ ജീവിതകാലം കണ്ണീര് കുടിക്കേണ്ടി വരുന്നത്. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതേ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാവൂ എന്നതാണ് വിശുദ്ധ മതം. വിവാഹാലോചനകളിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്താനും പറയേണ്ടത് പറയാനും സമൂഹം ജാഗ്രത കാണിച്ചേ പറ്റൂ. അപ്പോൾ വിവാഹം അന്വേഷിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷത്തോടെ പോകും. വിവാഹത്തിന് ശേഷം ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതം, മണിയറ, അതുപോലെ മറ്റുള്ള പല വിഷയങ്ങളും വിശദമായിട്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജായിട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. പലവരും ആ ഗ്രൂപ്പിൽ അംഗമുള്ളവരാണ്. ഇനി അംഗം ആവാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. 97
44 87 57 92. ഒരുപാട് ആളുകൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹ ജീവിതം സന്തോഷമാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് മണിയറ ദാമ്പത്യ ജീവിതം എന്നുള്ളതാണ്. അതിൽ പെണ്ണ് കാണാൻ പോകുന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയെ നോക്കുമ്പോൾ അവിടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചുണ്ട് ഇതൊക്കെ നോക്കിയാൽ എന്തെല്ലാം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മുഖവും മുൻകൈയും കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ സ്ത്രീയുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യാൻ നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കഴിയും. ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. വലിയ മുഖമുള്ളവർ, തടിച്ച ചുണ്ടുള്ളവർ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ നമ്പറിൽ ബന്ധപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും സമാധാനവും നൽകുമാറാകട്ടെ. ഇനി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. യൂട്യൂബിൽ ഇടുന്നുണ്ടോ? ഓക്കെ. യൂട്യൂബിൽ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതം സന്തോഷവും റാഹത്തും ആക്കി തരുമാറാകട്ടെ. കുടുംബജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു നീക്കി റാഹത്ത് നൽകട്ടെ. വിവാഹം അന്വേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും അനുയോജ്യമായ ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാറാകട്ടെ. ആമീൻ.